നമ്മൾ പുലിക്കളിയുടെ ഒരു ആവേശത്തിലാണ് തൃശ്ശൂരിൽ നിൽക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഗുഡ് ഈവനിങ് തൃശ്ശൂരിനൊപ്പമാണ്. ഇവിടെ പുലിക്കളിയുടെ താളമനുസരിച്ച് പുലിക്കളിയുടെ ആവേശത്തിലേക്ക് ഓരോ ടീമും ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് ഒരു പുലിമടയുമായി ഒരു പുലിമടയും പൊളിച്ചു വരികയാണോ എന്ന് തോന്നിപ്പിക്കുന്ന ദൃശ്യമാണ്. ശങ്കരൻകുളങ്ങര ദേശത്തിന്റെ പുലികൾ വരുമ്പോൾ നമുക്ക് തോന്നുന്നത്, അതായത് 3 പുലികൾ നിരന്നു നിൽക്കുകയാണ്. ആ 3 പുലികളിൽ നടുവിലൊരു വെളുത്ത പുലി, അപ്പുറത്തും ഇപ്പുറത്തും 2 മഞ്ഞ പുലികൾ. അതാണ് ശങ്കരൻകുളങ്ങര ദേശം. കാനാട്ടുകരയുടെ പുലിക്കളിക്ക് പിന്നാലെയാണ് ശങ്കരൻകുളങ്ങര ദേശത്തിന്റെ പുലിക്കളി വന്നിരിക്കുന്നത്. ഓരോ ഇടത്തെയും പുലികളെ കാണുന്നതിനായി, അതിനൊപ്പം ചുവടുവെച്ച് നീങ്ങുന്നതിനായി ആളുകളും ഇങ്ങനെ തിങ്ങിക്കൂടുകയാണ്. നടുവിലാലിലൂടെ ആദ്യം കടന്നുപോയത് സീതാറാമിൽ ദേശമാണ്. സീതാറാമിൽ ദേശത്തിന് പിന്നാലെ വന്നത് കാനാട്ടുകര ദേശമാണ്. അതിന് പിന്നാലെ ശങ്കരൻകുളങ്ങര ദേശം വന്നു. അങ്ങനെ 7 ദേശങ്ങളാണ്. ഇതുവഴി 3 ദേശങ്ങൾ പിന്നിടുമ്പോൾ അപ്പുറത്ത് നായ്ക്കനാലിനും അപ്പുറത്ത് നിന്ന് കടന്നു വരുന്നത് 3 ദേശങ്ങളാണ്. 4 ദേശങ്ങൾ ഇതുവഴിയും 3 ദേശങ്ങൾ അതുവഴിയും. അങ്ങനെയാണ് ഈ ഒരു റൗണ്ട് മുഴുവൻ പുലികൾ ഇങ്ങനെ നിറയാൻ പോകുന്നത്. ആ പുലികൾ ഇങ്ങനെ നിറയുമ്പോൾ ആ പുലികളിയുടെ ആവേശത്തിനൊപ്പം കൂടാൻ തൃശ്ശൂരിലേക്ക് ജനസാഗരമാണ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ജെയ്സൺ ചാവോളപ്പിലും അല്ലമീനും അലി അക്ബർ ഷായും പ്രേക്ഷകർക്കൊപ്പം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരുണ്ട്, അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളുണ്ട്, കോർപ്പറേഷന്റെ ഭാരവാഹികളുണ്ട്, ഒപ്പം സാധാരണക്കാരായ എല്ലാവരും ഒഴുകിയെത്തുന്ന ഒരു ഉത്സവം തന്നെയാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ആവേശത്തോടെ തൃശ്ശൂരിലേക്ക് ആളുകൾ വന്ന് ഒന്നിച്ച് പങ്കിടുന്ന ഒരു ആഘോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് പുലിക്കളി. തൃശ്ശൂരിൽ പുലിക്കളിയുടെ ആവേശം മുറുകുമ്പോൾ പല കോണുകളിൽ നിന്നുള്ള അതിന്റെ ആ ഒരു വർണ്ണശബളമായ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ പല ക്യാമറകളിൽ നിന്ന് നമ്മളിങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പുലിക്കളി നേരിട്ട് തൃശ്ശൂരിന്റെ മണ്ണിൽ ചവിട്ടി നിന്ന് കാണുന്നത്. അങ്ങനെ നമ്മൾ ഈ തൃശ്ശൂർ പുലിക്കളി നമ്മളിങ്ങനെ കൂടെ എടുക്കുകയാണ്. തത്സമയം അതിന്റെ കവറേജ് പ്രേക്ഷകരിലേക്ക് വിപുലമായി ഏറ്റവും ഭംഗിയോടെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം, നമ്മൾ ഇവിടെ നിൽക്കുന്നത് നടുവിലാലിലാണ്. നടുവിലാൽ വഴിയാണ് ഈ 4 സംഘങ്ങൾ കടന്നു വരുന്നത്. 3 സംഘങ്ങൾ അപ്പുറം വഴി കടന്നു വരുന്നു. അങ്ങനെ ആകെ 7 സംഘങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. പരമ്പരാഗതമായി വരാറുള്ള 2 സംഘങ്ങൾ ഇക്കുറി വന്നിട്ടില്ല. പക്ഷേ ഇത്തവണയും 7 സംഘങ്ങൾ തികച്ചിട്ടുണ്ട്. നമ്മൾ ആ 7 സംഘങ്ങളായി ചേർന്നാണ് ഇവിടെ ഇപ്പോൾ മാറ്റുരച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മത്സര ഇനം കൂടിയാണ് പുലികളി എന്നറിയാമല്ലോ. അപ്പോൾ ജഡ്ജിമാർ ഇരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ മുറുക്കി ചവിട്ടി ഓരോ താളവും ഒട്ടും പിഴയ്ക്കാതെ തന്നെ മേളത്തിനൊപ്പം താളത്തിനൊപ്പം അരമണി കിലുക്കി കുടവയറും ആ വർണ്ണ പൊലിമയും ഒക്കെ നന്നായി കാണിച്ചുകൊണ്ടാണ് അവരിങ്ങനെ പുലികളി ഇങ്ങനെ ആടി ആടി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നിശ്ചല ദൃശ്യങ്ങളിലും ഇത്തവണ വൈവിധ്യങ്ങളുണ്ട്. നിശ്ചല ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈവിധ്യം എന്ന് പറയുന്നത് അത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ചേർന്നുള്ള ഒരു ദൃശ്യം. അത് നമ്മൾ കണ്ടത് കാനാട്ടുകര ദേശത്തിനൊപ്പമാണ്. കാനാട്ടുകര ദേശം ഒരു ആന സംരക്ഷിച്ച ഒരു കുടുംബത്തെക്കുറിച്ചുള്ള ആ ഒരു ദൃശ്യം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ആനയ്ക്ക് എന്താ പുലിക്കളിയിൽ കാര്യമെന്നല്ലേ നമ്മൾ ആദ്യം കാണുമ്പോൾ ഓർക്കുക. എന്നാൽ ആനയുടെ തുമ്പിക്കൈയുടെ ചുവട്ടിലിരിക്കുന്ന ആ അമ്മയെയും മക്കളെയും ഒക്കെ നമുക്ക് ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ചേർത്ത് വെക്കുമ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഓർമ്മ കൂടി നമ്മളിലേക്ക് ഉയർത്തിക്കൊണ്ട് വയനാടിനൊപ്പം അല്ലെങ്കിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കൊപ്പം നിന്നുകൊണ്ട് ആഘോഷങ്ങളിലൂടെ അതിജീവന പാതയിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജെയ്സൺ ചാവോളപ്പിൽ നമുക്കൊപ്പം ഉണ്ട് എന്നാണ് കരുതുന്നത്. എനിക്ക് PCR-മായി ഇപ്പോൾ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഇപ്പോൾ ജെയ്സൺ ചാവോളപ്പിലും അല്ലമീനും ഒപ്പം അലി അക്ബർ ഷായുമാണ് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അല്ലമീൻ, അലി അക്ബർ ഷാ, ജെയ്സൺ ചാവോളപ്പിൽ വിവിധയിടങ്ങളിൽ നിന്ന് പുലിക്കളിയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാനിന്ന് ജെയ്സൺ ചാവോളപ്പിലേക്ക് പോകുന്നു. ജെയ്സൺ ചാവോളപ്പിൽ ഞാൻ ആദ്യം സീതാറാമിൽ ദേശത്തെ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചു. കാനാട്ടുകര ദേശം വന്നു. അതിന് പിന്നാലെ ഇതാ ശങ്കരൻകുളങ്ങരയും വരുന്നു. പുലി മടയും കൂടി എടുത്തുകൊണ്ടാണ് ശങ്കരൻകുളങ്ങര വരുന്നത്. അങ്ങനെ ടോട്ടൽ വെറൈറ്റിയാണ് ജെയ്സൺ. ഇതിനോട് കിടപിടിക്കാൻ കഴിയുമോ നിങ്ങളുടെ 3 ദേശങ്ങൾക്ക്? സുജയ, ഒന്നിനൊന്ന് കിടപിടിക്കുന്നതാണ് ഇത്തവണത്തെ പുലികളി മത്സരം. ഇപ്പോൾ ഞാൻ കാണിച്ചു പ്രേക്ഷകർക്ക്, അതായത് റിപ്പോർട്ടർ ടിവിയുടെ പ്രേക്ഷകർ കാണിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു ദൃശ്യം, ഒരു തട്ടുതട്ടായ ഒരു വാഹനത്തിൽ, വളരെ ഭംഗിയായി അലങ്കരിച്ച വാഹനത്തിൽ കുട്ടിപ്പുലി മുതൽ വലിയ പുലി വരെ, കുടവയറൻ പുലി വരെ നിന്ന് നൃത്തം ചെയ്യുന്നതിൻ്റെ അതിഗംഭീരമായൊരു ദൃശ്യമാണ് കാണിക്കുന്നത്. അതിനപ്പുറത്ത് നടുവിൽ അയ്യപ്പൻ ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ
ഏഴ് പുലികളാണ്, അതിലൊന്ന് കുട്ടിപ്പുലിയാണ്. ഇത്തരത്തിൽ ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു. പുലികൾ മേളത്തിനൊച്ച് താളം വെക്കുന്നു. അതോടൊപ്പം തന്നെ അതിഗംഭീരമായ പുലികളുടെ നൃത്തം, അതിനെ കൂടുതൽ ആവേശത്തിലാക്കാൻ ചുറ്റും കൂടി നിൽക്കുന്ന പ്രേക്ഷകർ, നാട്ടുകാർ, ദേശവാസികൾ, അതുപോലെ തന്നെ പുലികളി ആസ്വാദകർ, പൂരം ആസ്വാദകർ എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം തൃശ്ശൂരിലെത്തുന്നവർ ഒരാൾ പോലും പൂരത്തിൻ്റെ ആസ്വാദകരാവാതിരിക്കില്ല. അത്തരത്തിൽ അതിഗംഭീരമായ ഒരു യാത്രയാണ് സ്വരാജ് റൗണ്ടിലൂടെ പാട്രിക്കൽ ദേശം നടത്തുന്നത്. അതിന് ഏറ്റവും സൗന്ദര്യവത്താക്കുന്ന മേളം ഒരേ താളത്തിൽ വളരെ സുന്ദരമായി ചെറുപ്പക്കാർ ആഞ്ഞടിക്കുകയാണ്. ഏറ്റവും സുന്ദരമായ താളം, അതിന് വെച്ച് ചുവട് വെക്കുന്ന പുലിക്കൂട്ടങ്ങൾ, അതിന് വെച്ച് തലയാട്ടുന്ന കാഴ്ചക്കാർ, ദേശക്കാർ, പുലിക്കളി പ്രേമികൾ തുടങ്ങി ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ അതിഗംഭീരമായി നാലോണനാളിൽ തൃശ്ശൂരിൻ്റെ ഓണാഘോഷ സമാപനം കുറിച്ചുകൊണ്ടുള്ള പുലിക്കളി അങ്ങനെ കൊട്ടിക്കയറുകയാണ്. അത് ഏകദേശം ഒരു 10 മണി വരെ ഇത്തരത്തിലുള്ള ആവേശം നിറഞ്ഞ മേളവും താളവും നിശ്ചല ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ കാഴ്ചക്കാരും ചേർന്ന് ഒരു രണ്ടാം പൂരത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ആവാഹിക്കുന്ന പുലിക്കളി മഹോത്സവം. ഒരുപക്ഷെ സുജയ പാർവതി അവിടെ നിന്ന് കടന്നു വരുന്ന നടുവിലാലിൽ കടന്നു വരുന്ന ആ പുലിക്കളി സംഘങ്ങൾക്കൊപ്പമോ ഒരുപക്ഷെ ഒരു പടി കൂടി കടന്നുകൊണ്ടുള്ള ഏറ്റവും സുന്ദരമായ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് നൽകുകയാണ് ഈ സംഘം. അതോടൊപ്പം തന്നെ പുറകിലോ ഇപ്പോൾ ബിനി ജംഗ്ഷനിൽ നിന്ന് അടുത്ത സംഘം കയറി വരും. പ്രധാനമായും വിയൂർ ദേശത്തു നിന്നുള്ള 2 സംഘമാണ് ബിനി ജംഗ്ഷനിലൂടെ കയറി വരിക. അങ്ങനെ സ്വരാജ് റൗണ്ടിൻ്റെ ഏത് മുക്കിലും പുലിയിൽ നോക്കിയാലും പുലികളെ കൊണ്ട് നിറയുന്ന ഏകദേശം 350 പുലികളും ഏകദേശം 3 ലക്ഷത്തോളം വരുന്ന ജനക്കൂട്ടവും അതിലേറെ സൗന്ദര്യവും മേളവും ഒക്കെ ആവാഹിക്കുന്ന അതിസുന്ദരമായ കാഴ്ചയാണ് ഈ നാലോണനാളിൽ ജനങ്ങൾക്ക്, പ്രേക്ഷകർക്ക്, കാഴ്ചക്കാർക്ക്, പൂരപ്രേമികൾക്ക് സമ്മാനിക്കുന്നത്. സുജയ. ഓക്കെ, നമുക്കൊപ്പം ചേർന്നത് ജെയ്സൺ പാട്ടുരായ്ക്കലിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതാ 3 ദേശത്തെ ഇതുവഴി ഇറക്കി കഴിഞ്ഞു. സീതാറാമിൽ ദേശത്തെയും അതുപോലെ തന്നെ ശങ്കരൻകുളങ്ങര വരെ എത്തി നിൽക്കുകയാണ്. അതിനിടയിൽ കാനാട്ടുകരയും വന്നുപോയി. ഈ 3 ദേശത്തോട് ജെയ്സന്റെ പാട്ടുരായ്ക്കൽ പിടിച്ചു നിൽക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്.